അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. വെറും കഥയല്ല, ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു സൽക്കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥയാണ്. എൻ്റെ കയ്യിൽ നിങ്ങൾ ഖുർആൻ കാണുന്നുണ്ടാവില്ലേ? പരിശുദ്ധ ഖുർആനിലെ അതിമഹത്തായ ഒരു സൂറത്ത് ഇന്ന് പാരായണം ചെയ്യണം. ഏതാണ് നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫ് തുടക്കം മുതൽ പരിശോധിച്ചു നോക്കിയാൽ കുറെ കഥകൾ നമുക്ക് കാണാം. അസ്ഹാബുൽ കഹ്ഫ്, ഈ കഹ്ഫ് എന്ന പേര് തന്നെ വന്നത് ചില യുവാക്കളുടെ ഈമാനിനെ വിശദീകരിക്കാനാണ്. അല്ലേ? ഒരു രാജ്യവും അവിടുത്തെ രാജാവും അവിടുത്തെ പ്രജകളും എല്ലാം എന്ത് ചെയ്യുക, അള്ളാഹുവിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ സത്യനിഷേധികളായി ജീവിക്കുന്ന ഒരു നാട്ടിൽ നിന്നും ദീൻ ഉൾക്കൊണ്ട് ഈമാൻ ഉൾക്കൊണ്ട ചില മുഅ്മിനീങ്ങൾ, അത് വിരലിലെണ്ണാവുന്ന ആളുകൾ. ഇതിൽ കുറെ അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട്. ചില അഭിപ്രായ പ്രകാരം 6 7ാമത്തത് നായയാണ് എന്നും അതിൽ 5 6ാമത്തതാണ് ആ നായ എന്നും, അതായത് ഒരു നായ കൂടെ കൂടിയ ചരിത്രമൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ അതല്ല പറയുന്നത്, മറിച്ച് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ വലിയ ശ്രേഷ്ഠതയാണല്ലോ. കാരണം മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്തിൽ നിന്നും പ്രകാശം വർഷിച്ചതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു സ്വഹാബി അവിടുന്ന് നിസ്കാരത്തിൽ ഇങ്ങനെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ കുതിരയെ തൊട്ടടുത്ത് കെട്ടിയിട്ടിരിക്കുന്നു. ഈ കുതിര ഇങ്ങനെ ബഹളി പിടിക്കുന്നത് കണ്ട് അദ്ദേഹം നോക്കിയപ്പോൾ, അതായത് കുതിര ഇങ്ങനെ ചാടുകയും അതുപോലെ തന്നെ വല്ലാതെ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹം നോക്കി. ആ സമയത്ത് ആകാശത്തിൽ നിന്നും വലിയ പ്രകാശം ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടു എന്ന്. അത് നേരെ ചെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ പറഞ്ഞു കൊടുത്തു. മുത്തുനബി തങ്ങൾ പറഞ്ഞത് അത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങിയതിന്റെ പ്രകാശമാണ്. ആ ഇറങ്ങിയതാരാ? റഹ്മത്തിന്റെ മലക്കുകളാണ്. അപ്പം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവരുടെ അടുക്കലേക്ക്, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാവും. അതിനൊക്കെ അപ്പുറം ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അടുത്തൊരാഴ്ച വരെ അയാളുടെ ജീവിതത്തിൽ സർവ്വ ഷെറുകളിൽ നിന്നും അള്ളാഹു ഒരു കാവൽ നൽകുന്നതാണ്. ഒരു പ്രൊട്ടക്ഷൻ അയാൾക്ക് കൊടുക്കും. തെറ്റ് ചെയ്യുന്നതിനെ തൊട്ടുള്ള ഒരു കാവൽ അള്ളാഹു കൊടുക്കും. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. തുടങ്ങിയ ഒട്ടനവധി നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഇനി ഇതിൽ എന്താണ് ചർച്ച ചെയ്യുന്നത്? ഇതിൽ ചർച്ച ചെയ്യുന്നത് ചില ഗുണപാഠങ്ങളുണ്ട്, ചില മഹത്തായ സംഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, ചില കൽപ്പനകളുണ്ട്, ചില നിരോധന ക്രിയകളുണ്ട്. മഹത്തായ ഒരു സംഭവം ഇതിനകത്ത് പറയുന്നത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ ഖദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും നടത്തിയ ഒരു യാത്രയെ സംബന്ധിച്ചാണ്. വൈദ് ഖാല മൂസാ ലി ഫത്താഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംലിയ ഹുഖബ ഫലമ്മാ ബലഗ മജ്മഅ ബൈനിഹിമാ നസിയാ ഹൂതഹുമാ ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സർബ. ഇങ്ങനെ തുടങ്ങുന്നുണ്ട് ആ ചരിത്രം. 2-3 പേജോളം എന്ത് ചെയ്യുന്നുണ്ട്, ആ ചരിത്രം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരിക്കൽ, ഞാൻ ചരിത്രം പറയട്ടെ കുറഞ്ഞ സമയം ബർക്കത്തിന് വേണ്ടിയിട്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരിക്കൽ ഒരാൾ വന്നു ചോദിച്ചു, ഏറ്റവും കൂടുതൽ അറിവുള്ള ആളാരാണ്? ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളത് ആരാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്, അള്ളാഹുമായി സംസാരിക്കാൻ അവസരം കിട്ടിയ ആളാണ്, റസൂലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റസൂലിന് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ അറിവ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സംശയം എന്താ, ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് അള്ളാഹിനെക്കാട്ടിലല്ല കേട്ടോ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളത് ഞാനാണ്. അള്ളാഹുവിന്റെ മറുപടി പറഞ്ഞു, അല്ല മൂസ, നിന്നെക്കാൾ അറിവുള്ള ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. പ്രവാചകനായ നിന്നെക്കാൾ അറിവുള്ള ഒരാൾ ഭൂമിയിലുണ്ട്. അപ്പൊ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, എന്നെക്കാൾ അറിവുള്ള ആളോ? എന്നാൽ അയാളെ ഒന്ന് കാണണം. എന്തിനാണ്? അദ്ദേഹത്തിനോട് കൊണ്ട് ദ്വാരപ്പിക്കാൻ, അദ്ദേഹത്തിൽ നിന്നും കിട്ടുന്ന അറിവ് പഠിക്കാൻ. ഇതൊക്കെയാണ് ഉദ്ദേശം. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ശാഠ്യം പിടിച്ചപ്പോൾ അള്ളാഹു അതിന് കാണാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു പൊരിച്ച മീനുമായിട്ട് നിങ്ങൾ പോകണം. വഴി പറഞ്ഞു കൊടുക്കുകയാണ്, ഗൂഗിൾ മാപ്പ് ഒന്നും അറിഞ്ഞില്ലല്ലോ. അങ്ങനെ വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പാത്രത്തിൽ വറുത്ത മീനുമായി നിങ്ങൾ പോകണം. നിങ്ങൾ അങ്ങനെ പോയി ഈ മീൻ എവിടെ നിന്നാണോ നിങ്ങളുടെ നഷ്ടപ്പെടുന്നത്, ചാടിപ്പോകുന്നത്, അവിടെ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തെ കാണാൻ കഴിയും. അവിടെ ഒരു വഴി നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭൃത്യനെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യുക പറയാണ്, ഇത് സജ്ജീകരിച്ച് അങ്ങനെ ഒരു കൊട്ടയിൽ മത്സ്യവുമായിട്ട് അവർ പോയി. ഫലമ്മ ബലഗ മജ്മഅ ബൈനിഹിമ നസിയാ ഹൂതഹുമാ ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സർബ. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് അവർ കിടന്നുറങ്ങി, കുറച്ചു നേരം വിശ്രമിക്കാൻ കിടന്നു. അങ്ങനെ എന്ത് ചെയ്തു, ആ മത്സ്യം ഇറങ്ങിപ്പോയത് ഈ ഭൃത്യൻ കണ്ടു. പക്ഷേ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നത് കൊണ്ട് അപ്പൊ പറയണ്ട, പിന്നീട് ഉണർന്നു കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ കരുതിയത് മറന്നുപോയി. എഴുന്നേറ്റ് പോയപ്പോൾ പിന്നെ അവർ മറന്നുപോയി. അങ്ങനെ കുറെ ദൂരം നടന്നപ്പോഴാണ് പിന്നീട് ഓർമ്മ വന്നത്. അങ്ങനെ എന്ത് ചെയ്തു, അവർ മടങ്ങി വന്നതൊക്കെ വളരെ വിശാലമായി വിശദീകരിക്കണം. ഫലമ്മ ജാവസ ഖാല ഫത്താഹു ആതിനാ ഗദാഅന ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബ ഖാല അറൈത ഇദ് അവൈനാ ഇല സുഖതി ഫഇന്നി നസീതുൽ ഹൂത്. ഞാൻ ആ മീനിന്റെ കാര്യം മറന്നുപോയി എന്ന് അദ്ദേഹം ക്ഷമാപണം നടത്തുന്നതൊക്കെ പറയുന്നുണ്ട്.
ഒമാ അൻസാനിഹു ഇല്ല ശൈത്താൻ ദിക്റ. അത് നമ്മളെ മറപ്പിച്ചു കളഞ്ഞ ഇബ്ലീസാണ്. നമ്മൾ ഓർക്കാതിരിക്കാൻ കാരണം ഇബ്ലീസാണ്. അതുകൊണ്ട് എന്താണ്ട് ബേജാറാവേണ്ട ആവശ്യമില്ല. തഖസ്ബീലഹു ഫിൽ ബഹരി അജബ ഖാല ദാലിക മാ കുന്നാ നബഗ് ഫർതദ്ദ അലാ ആസാരിഹിമാ ഖസസ്. അവർ രണ്ടുപേരും എന്ത് ചെയ്യാം, നടന്നു വന്ന വഴിയെ തിരിച്ചു നടന്നു. അവരാ പോയ വഴിയെ തിരിച്ചറിഞ്ഞു എവിടുന്നാണ് നഷ്ടപ്പെട്ടത്. അവർ ഉറങ്ങിയ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു വഴി കാണുകയും ആ വഴിയിലൂടെ സഞ്ചരിച്ച് എന്ന് നോക്കിയപ്പോൾ മഹാനായ ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയും ചെയ്തത് പറയുന്നുണ്ട്. ഖാല ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റ വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ. അങ്ങനെ ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരുടെ കൂടെ സഹവസിക്കണം എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുവാദം ചോദിച്ചപ്പോൾ ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങൾ കുറച്ച് കോപം കൂടിയ ആളാണ്, ദേഷ്യം കൂടിയ ആളാണ്. അതായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ചൂടാവും, അങ്ങനത്തെ ആളാണ്. അത് അദ്ദേഹത്തിന്റെ പ്രകൃതം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ചില പ്രവർത്തികൾ ഉണ്ടാകും, അത് നിങ്ങൾക്ക് ചിലപ്പോൾ സഹിക്കാൻ കഴിഞ്ഞെന്നോ അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിഞ്ഞെന്നോ വരൂല. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ വന്നാലും ക്ഷമിച്ചു നിൽക്കും, എന്തു വന്നാലും ഞാൻ ക്ഷമിച്ചു നിൽക്കും, പേടിക്കേണ്ടതില്ല, ഞാൻ അങ്ങയുടെ സഹവാസം ആഗ്രഹിച്ചു വന്നതാണ് എന്ന്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖളിർ നബി അലൈഹി സ്വലാം ചില കണ്ടീഷൻ വെച്ചു. നിങ്ങൾ എൻ്റെ കൂടെ സഹവസിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ, എന്നോട് അതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള സഹവാസം മുറിഞ്ഞു പോകും. കരാർ അങ്ങനെയാണ്, നിങ്ങൾ തിരിച്ചു പോകണം. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. അങ്ങനെ രണ്ടുപേരും യാത്ര പോവുകയാണ്. അങ്ങനെ ആദ്യമായി അവരൊരു കപ്പൽ യാത്ര നടത്തുക. ഫൻതലഖ ഹത്താ ഇദാ റകിബ ഫി സഫീനത്തി ഖറഖഹ ഖാല അഖറഖതഹാ ലിതുഗ്രിഖ അഹ്ലഹ ലഖദ് ജിഅത ശൈഅൻ ഇംറ. അവർ രണ്ടാളൂടെ ഒരു കപ്പൽ യാത്രയിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെ കപ്പൽ യാത്ര ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഖറഖഹ, ആര്? ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ ഓട്ടയാക്കി, കപ്പലിൽ ഒരു ഓട്ടയിട്ടു. ഖാല അഖറഖതഹാ ലിതുഗ്രിഖ അഹ്ലഹ ലഖദ് ജിഅത ശൈഅൻ ഇംറ. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ പെട്ടെന്ന് ചോദ്യം ചെയ്തു, എന്ത് പണിയാണ് കാണിച്ചത്? കാരണം വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന കപ്പൽ ഓട്ടയാക്കി അതിൽ വെള്ളം കയറൂലേ, നിങ്ങൾ ഇതിനകത്തുള്ള അഹ്ലുകാർ, ഇതിലുള്ള ആളുകളെ മുക്കിക്കൊല്ലാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചു മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹാനായ ആര് ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം മറ്റേ മറുപടി വന്നു, ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റ. ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് കഴിയില്ലെന്ന്, എൻ്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് നിന്റെ പറഞ്ഞില്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യുക, മടങ്ങിപ്പോകാൻ ആര് പറഞ്ഞു? ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്ത് ചെയ്തു, ഒരു കാരണം എന്ത് ചെയ്യുക, ഒരു എക്സ്ക്യൂസ് പറയാണെന്ത്, ഖാല തുആഖിദിനി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി യുസ്ര. ഞാൻ മറന്നുപോയതാണ്, ഇനി ഞാൻ ചോദിക്കൂല. ആദ്യ തവണയല്ലേ, ഞാൻ എന്ത് ചെയ്യാ, ഇനി ചോദിക്കൂല. ആദ്യ തവണ അങ്ങനെ സംഭവിച്ചു. രണ്ടാമത് വീണ്ടും അവർ യാത്ര തുടങ്ങി. ഫൻതലഖ ഹത്താ ഇദാ ലഖിയ ഗുലാമൻ ഫഖതലഹു ഖാല ഖതൽത നഫ്സൻ സകിയ്യതൻ ബിഗൈരി നഫ്സിൻ ലഖദ് ജിഅത ശൈഅൻ നുക്ര. അങ്ങനെ അവരൊരു നാട്ടിലിറങ്ങി. അവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ കളിക്കുന്ന കൂട്ടത്തിൽ നിന്നും ഒരു കുട്ടിയെ എന്ത് ചെയ്തു, ഹത്താ ഇദാ ലഖിയ ഗുലാമൻ ഫഖതല. ആ ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയെ പിടിച്ച് കൊന്നുകളഞ്ഞു. ചോദ്യം പറിച്ചിട്ടൊന്നുമില്ല, കൊന്നുകളഞ്ഞു. ഖാല മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പ്രകോപിതനായി ചോദിക്കുകയാണ്, എന്താണ് ചെയ്ത? ഖതൽത നഫ്സൻ സകിയ്യ ബിഗൈരി നഫ്സിൻ. ഒരു കുട്ടിയെ ഒരു കാരണമില്ലാതെ കൊല്ലുകയും, ഒരു പരിശുദ്ധനായ ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ പാപങ്ങളൊന്നും ചെയ്യാത്ത കുട്ടിയാണ്, പാപങ്ങൾ എഴുതപ്പെടാത്ത കുട്ടിയാണ്. അപ്പോൾ ചെറിയ പാപസുരക്ഷിതനായ ഒരു കുട്ടിയെ പിടിച്ച് കൊന്നുകളയുകയോ, എന്താണ് ഇത്, ക്രൂരതയല്ലേ? അപ്പൊ എന്താണ് ചെയ്തതെന്ന് ചോദ്യം വന്നപ്പോൾ ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റ. ആര് പറഞ്ഞു? ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം പറയാം, ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് എൻ്റെ കൂടെ ക്ഷമിച്ചിരിക്കാൻ പറ്റൂല എന്ന്. നിന്നെ കൊണ്ട് എൻ്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാ, നിർത്താം ഇവിടെ. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ആ ഒരു എന്ത് ചെയ്യാ കാരണവും പറഞ്ഞു. അതായത് അവസാനത്തെ ഒരു ചാൻസ് കൂടെ ചോദിക്കുകയാണ്. ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹ ഫലാ തുസാഹിബിനി. ഇനി എന്തെങ്കിലും സംഗതിയെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കൂടെ കൂട്ടണ്ട. ഇതുവരെ സംഭവിച്ചത് പോട്ടെ, ഓക്കെ, രണ്ടു വട്ടം അറിയാതെ ചോദിച്ചു. ഇനി എന്തെങ്കിലും ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്നെ കൂട്ടണ്ട. ഫലമ്മ ബലഗത മിൻ ലദുന്നി ഉദ്റ. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു കാരണവും ചോദിച്ചു, എക്സ്ക്യൂസും പറയൂല, എന്ത് ചെയ്യണ്ട, എന്നെ നിങ്ങൾ കൂടെ കൂട്ടണ്ട. അങ്ങനെ വീണ്ടും അവർ ഫൻതലഖ, രണ്ടാളും വീണ്ടും നടന്നു പോയി. ഹത്താ ഇദാ അത്തയ അഹ്ല ഖറിയത്തിൻ ഇസ്തതഅമ അഹ്ലഹ ഫഅബൗ യുളയ്യിഫൂഹുമ ഫവജദാ ഫീഹാ ജിദാറൻ യുരീദു അൻ യൻഖല്ല ഫഅഖാമ ഖാല ലൗ ശിഅത ലത്തഖത അലൈഹി അജ്റ. അവരൊരു നാട്ടിലേക്ക് എത്തി. ആ നാട്ടിലെത്തി വല്ലാതെ വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. അവിടുത്തെ വീടുകളിൽ കയറി ഇറങ്ങി നോക്കും എന്തെങ്കിലും കിട്ടുമോന്നറിയാൻ. പക്ഷേ ആ വീട്ടുകാർ, അവിടെയുള്ള നാട്ടുകാർ അബൗ അയ്യുദയ്യിഫുഹുമ, രണ്ടാളെ സൽക്കരിച്ചില്ല. അവർ എന്ത് ചെയ്തു, വിസമ്മതിച്ചു. സൽക്കരിക്കുന്നതിന് തൊട്ട് വിസമ്മതിക്കാന്ന് വെച്ചാൽ അവിടുന്ന് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അവരെ പുറത്താക്കി ആ നാട്ടുകാർ. എന്തായാലും അങ്ങനെ വരുന്ന വഴിയിൽ എന്ത് ചെയ്തു, അവരെ അവിടെ ഒരു പൊളിഞ്ഞു വീഴാറായ ഒരു മതിൽ എന്ത് ചെയ്തു, ഒരു ഭിത്തി ആര് കാണുകയാണ്, ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടപ്പോൾ ഫഖാമഹു, അദ്ദേഹം അതിനെ നേരെയാക്കി, ചൊവ്വാക്കി വെച്ചു. ആ പൊളിഞ്ഞു വീഴുന്നതിനെ തൊട്ട് തടഞ്ഞിട്ട് എന്ത് ചെയ്തു, പൊളിഞ്ഞു വെച്ചു. പക്ഷേ കൂലിയൊന്നും വാങ്ങിയിട്ടില്ല. അവരുടെ നിന്ന് കൂലിയൊന്നും വാങ്ങാതെ എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് അത് നേരെയാക്കി വെച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹി വസല്ലമന് കുറച്ചൊരു വർഷം തോന്നി. കാരണം എന്തേ, നമുക്ക് ഒരിറ്റ് വെള്ളം പോലും തരാത്തൊരു നാട്ടുകാർക്ക് എന്തിനു സേവനം ചെയ്യണം, അവർക്ക് എന്തിനൊരു ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. ഖാല ഹാദാ ഫിറാഖു ബൈനി വബൈനിക് സൗനബ്ബിയുക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സുബ്ര. നമ്മുടെ ഇടയിലുള്ള ആ ഒരു കരാറ് കഴിഞ്ഞു.
ആര് പറയാം? ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ചോദ്യം ചെയ്താൽ പിരിയണമെന്നാണല്ലോ. അപ്പോൾ കരാറ് കഴിഞ്ഞു. പക്ഷേ ഈ നടന്ന സംഗതികളെപ്പറ്റി ഞാൻ നിനക്ക് എന്ത് ചെയ്യും? അറിയിച്ചു തരും. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാത്ത പലതും ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം എന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ വിവരമുള്ള ആളാണല്ലോ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന് കുറെ അറിവുകൾ ഉണ്ട് എന്ന് ആർക്കറിയണം? ബോധ്യപ്പെടണം, മൂസാ നബിക്ക് ബോധ്യപ്പെടണം. അതിനാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിച്ചുകൊണ്ട്, അമ്മ സഫീനത്തു ഫകാനത്ത് ലിമസാകിന യഅമലൂന ഫിൽ ബഹരി ഫഅറത്തു അൻ നഈബഹ വകാന വറാഅഹും മലികു യഖുദു കുല്ല സഫീനത്തിൻ ഖസ്ബ. ഞാൻ ഈ ആയത്ത് ഓതുന്നത്, ഇനി നിങ്ങൾക്ക് ആ ആയത്ത് ഓതുന്ന സമയത്ത് ഇതാണ് അവിടെ പറയുന്നത് എന്നൊന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ ഓട്ടയാക്കിയ കപ്പലുണ്ടല്ലോ, നമ്മൾ സഞ്ചരിച്ച കപ്പൽ, ആ കപ്പല് കടലിൽ ജോലി ചെയ്യുന്ന ചില പാവപ്പെട്ട മിസ്കീന്മാരുടെയാണ്. നല്ല കപ്പലായിരുന്നു. പക്ഷേ നമ്മൾ ആ പോകുന്ന വഴിയിൽ ഒരു മലിക്ക്, ഒരു രാജാവുണ്ട്. അയാൾ എന്ത് ചെയ്യും? ഈ കേടുപാടില്ലാത്ത കപ്പൽ പിടിച്ചെടുക്കുകയും അതിലുള്ള യാത്രക്കാരെ കൊന്നുകളഞ്ഞ് അയാളുടെ അധീനതപ്പെടുത്തുകയും ചെയ്യും. അപ്പം ഈ ഓട്ടയുള്ള കപ്പൽ കണ്ട അയാളെ പിടിച്ചെടുക്കൂല, വിട്ടയക്കും. ന്യൂനതയുള്ളതൊന്നും പിടിച്ചെടുക്കൂല. അപ്പം അതുകൊണ്ട് ഞാൻ ഈ കപ്പൽ ഓട്ടയാക്കിയതാണ് എന്തിനു വേണ്ടി? ഈ രാജാവിന്റെ കയ്യിൽ നിന്നും ഈ സാധുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലാതെ മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടല്ല. അതിലൊരു തുള്ളി വെള്ളം കയറിയിട്ടുമില്ല. ഏത് ആ കപ്പല്? അതൊരു മുഅ്ജിസത്താണ്. രണ്ടാമത് കണ്ടോ, അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ ഫഖശീന അയ്യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്ര ഫഅർദിന അയ്യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സക്കാത്തൻ വഅഖ്റബ റഹ്മ. രണ്ടാമത് കണ്ട കൊന്നുകളഞ്ഞ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി അവന്റെ മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്ക് ഭാവിയിൽ ഭീഷണിയാവുന്ന കുട്ടിയാണ്. ആ കുട്ടി വളർന്നു വന്നു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളായ അവന്റെ മാതാപിതാക്കളുടെ ഈമാൻ തെറിച്ചു പോകാൻ ഈ കുട്ടി കാരണമായി തീരും. ഈ കുട്ടിയെ കൊണ്ട് കാരണമായി തീരും. അതുകൊണ്ട് അവനില്ലായ്മ ചെയ്ത് അള്ളാഹു അവനേക്കാൾ ഖൈറായ നല്ലതിനെ എന്ത് ചെയ്യും? അവർക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമത് പറഞ്ഞു, അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ ഫഅറാദ റബ്ബുക അയ്യബ്ലുഗ അശുദ്ധഹുമാ വയസ്തഖ്രിജ കൻസഹുമാ റഹ്മത്തൻ മിർ റബ്ബിക വമാ ഫഅൽതുഹു അൻ അംരി ദാലിക തഅ്വീലു മാ ലം തസ്തി അലൈഹി സുബ്ര. ആ കണ്ട മതിലുണ്ടല്ലോ, ആ മതിൽ ആ നാട്ടിലെ രണ്ട് യതീമീങ്ങളായ സാധുക്കളായ, പാവപ്പെട്ടവനായിരുന്നു, മരണപ്പെട്ടുപോയി. യതീമീങ്ങളെ രണ്ട് മക്കൾക്കുള്ള നിധി കൂമ്പാരത്തിന്റെ മുകളിലാണ് ആ ഒരു എന്ത് ചെയ്യുന്നത്? മതിലുള്ളത്. അത് പൊളിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആ നിധി പുറത്തു വരും. ആളുകൾ അത് കൈക്കലാക്കിക്കൊണ്ട്, യതീമീങ്ങളുടെ മാല് കൈക്കലാക്കിക്കൊണ്ട്, അത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അവർക്കത് എടുക്കാനുള്ള പ്രായമാകുന്നത് വരെ, പക്വത എത്തുന്നത് വരെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ മതിൽ ഞാൻ പുനർനിർമ്മിച്ചു കൊടുത്തത് എന്ന് മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിക്കണം. അപ്പം ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി, തന്നെക്കാൾ കൂടുതൽ വിവരമുള്ള ആൾ ആരാണ്? ഖദർ അലൈഹി സ്വലാത്തു അദ്ദേഹത്തോട് സലാം പറഞ്ഞ് യാത്രയായത് ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഇങ്ങനെ സുന്ദരമായ ഒരു ചരിത്രം സൂറത്തുൽ കഹഫിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞു തന്നത്, ഇന്ന് ഖുർആൻ ഓതുമ്പോൾ, സൂറത്തുൽ കഹഫ് ഓതുന്ന സമയത്ത് ഈ ഒരു ചരിത്രം ഇങ്ങനെ നമുക്ക് മനസ്സിൽ വരണം. ഈ ഒരു സംഭവം കൂടെ മനസ്സിൽ വരുമ്പോൾ അത് ഖുർആന്റെ മാധുര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ഖുർആൻ അർത്ഥം പറഞ്ഞ ആശയം മനസ്സിലാക്കി ഓതാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.